പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ചുള്ള കത്തോലിക്ക പ്രബോധനം വീണ്ടും ചർച്ചയാവുകയാണ്. മിശിഹ ഏകമധ്യസ്ഥനായിരിക്കുന്നത് പോലെ മറിയത്തെ മധ്യസ്ഥ എന്നീ വിശേഷങ്ങളോടെ അവതരിപ്പിക്കുന്നത് ഉചിതമല്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പരിശുദ്ധ കന്യകാമറിയത്തിന് വലിയ പ്രാധാന്യം നൽകുന്ന കത്തോലിക്ക സഭ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പരസ്യ നിർദ്ദേശം നൽകിയത് എന്നുള്ള ചോദ്യം ചിലരെങ്കിലും സ്വാഭാവികമായും ആശങ്കപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്. കത്തോലിക്ക സഭ ഇനി മേലിൽ മാതാവിൻ്റെ മധ്യസ്ഥം തേടുകയോ ദൈവത്തിൻ്റെ രക്ഷാകര പ്രവൃത്തിയോട് അവളെ ബന്ധപ്പെടുത്തുകയോ അവളുടെ കൃപാവര പൂർണ്ണതയെ അംഗീകരിക്കുകയോ ചെയ്യുകയില്ല എന്നും സംശയിക്കപ്പെടാൻ ഇടയുണ്ട്. ഒന്നാമതായി, കത്തോലിക്ക സഭ ഒരിക്കലും പരിശുദ്ധ കന്യകാമറിയത്തെ സഹരക്ഷകയായി പഠിപ്പിക്കുകയോ പ്രഖ്യാപിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ ചരിത്രത്തിൽ ചിലരെങ്കിലും മാതാവ് സഹരക്ഷകയാണ് എന്ന് കരുതിയിട്ടുണ്ട് താനും. ഒരു കാലത്തും മറിയം സഹരക്ഷകയാണ് എന്ന് കത്തോലിക്ക സഭ പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, അവൾ സഹരക്ഷകയായി കരുതപ്പെട്ടിരുന്നത് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് താനും. മറിയത്തെ ഇത്രമേൽ വിലമതിക്കുന്ന കത്തോലിക്ക സഭ എന്തുകൊണ്ടാണ് എല്ലാ കാലത്തും ഇത്തരം ഒരു നിലപാട് എടുക്കുന്നത് എന്നുള്ളത് ഒരു ഗൗരവകരമായ ചോദ്യം തന്നെയാണ്. മിശിഹായിലൂടെയുള്ള രക്ഷയെക്കുറിച്ചുള്ള തിരുസഭയുടെ വ്യക്തതയുള്ള ബോധ്യമാണ് ഈ നിലപാടിന് ആധാരം. ഈശോ മിശിഹയാണ് ഏകരക്ഷകനെന്നും മിശിഹായുടെ മനുഷ്യ അവതാരവും പരിത്രാണ രഹസ്യങ്ങളുമാണ് മനുഷ്യരക്ഷ സാധ്യമാക്കിയത് എന്ന് എല്ലാ കാലത്തും തിരുസഭ വ്യക്തതയോടെ പ്രഖ്യാപിക്കുന്നുണ്ട്. മനുഷ്യരക്ഷ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ത്രിത്വൈക ദൈവം ഈശോ മിശിഹ വഴിയാണ് മനുഷ്യവംശത്തെ വീണ്ടെടുക്കുന്നത്. മിശിഹായിലൂടെ യാഥാർത്ഥ്യമാക്കുകയും പൂർത്തീകരിക്കുകയും ചെയ്ത രക്ഷാകര കർമ്മത്തിന് മറ്റ് ആരുടെയും സഹായമോ പങ്കാളിത്തമോ ആവശ്യമില്ല. അത് ദൈവത്തിൻ്റെ വലിയ ഔദാര്യവും സ്നേഹത്തിൻ്റെ പ്രവൃത്തിയുമാണ്.